കേരളത്തിലുണ്ടായി. ഞാൻ നാദാപുരത്തം മറന്നുകൊണ്ടല്ല പറയുന്നത്, ഞാൻ ഓർക്കാറ്റേരിയെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു അവസ്ഥ കേരളക്കരയിൽ ഉണ്ടായി. നാദാപുരത്തുകാർക്ക് ഒരു ധാരണയുണ്ട്, ഉണ്ടാകാം. ഞാൻ വിചാരിക്കുന്നു നാദാപുരത്ത് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു സയൻസ് എന്താണ്, ഒരു ശാസ്ത്രം എന്താണ്? പലരും പറയുന്നത് നാദാപുരത്ത് വലിയ വീടുകൾ ഉണ്ടാകുന്നു മുസ്ലിങ്ങൾക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി അത്യുദ്ധാനം ചെയ്ത് രാത്രിയും പകലുകളുമില്ലാതെ തന്റെ നാടിനെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് ആ രാജ്യത്ത് നിന്ന് അധ്വാനിക്കുന്ന വിയർപ്പിന്റെ മുത്തുകൾ കൊണ്ടുവന്ന് അവൻ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. അവന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കപ്പെടുന്നു. ഇങ്ങനെ വീടുകൾ ഉണ്ടാകുമ്പോൾ, അവൻ വലിയ കാറുകൾ വാങ്ങുമ്പോൾ, മറുഭാഗത്തുള്ള ചില അമുസ്ലിങ്ങൾക്ക് അവനോട് അസൂയ തോന്നുകയാണ്. ഈ അസൂയയാണ് അവന്റെ മനസ്സിനകത്ത് ഒരു വർഗീയതയുടെയും ഒരു ഭീകരതയുടെയും രൂപമായി മാറുകയും അവൻ നാദാപുരത്തെ മുസ്ലിം വീടുകൾ ആക്രമിച്ച് കൊള്ളയടിച്ച് പോകുന്നതിന്റെ ഒരു വശം അങ്ങനെ വിചാരിക്കുന്ന ഒരുപടി ആളുകളുണ്ട്. നാദാപുരത്താണോ വലിയ വീടുകൾ കേരളത്തിലുള്ളത്? ഞാൻ ഇരവിപുരത്ത്, കൊല്ലത്ത് മത്സരിച്ച ഒരാളാണ്. നിങ്ങൾ പോയി നോക്കണം കൊല്ലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ആപേക്ഷികമായി, ആനുപാതികമായി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന രണ്ടാമത്തെ ജില്ല കേരളത്തിൽ കൊല്ലം ജില്ലയാണ്. ആ കൊല്ലം ജില്ലയിൽ അവിടുത്തെ പള്ളികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്പുരച്ചുംബികളായ പള്ളികൾ, അതിമനോഹരമായ പള്ളികൾ, മനോഹരമായ കാർപ്പറ്റുകൾ വിരിച്ച സുന്ദരമായി നിർമ്മിച്ച പള്ളികൾ. ആ പള്ളികൾക്ക് വലിയ കോമ്പൗണ്ടുകളുണ്ട്, വലിയ കോമ്പൗണ്ടുകൾ. 5-10 ഏക്കറുകൾക്കിടയിൽ നിൽക്കുന്ന വലിയ വലിയ പള്ളികൾ നിങ്ങൾക്ക് കാണാം. കൊല്ലത്തെ ഒരു മുസ്ലിം ധനാഢ്യന്റെ വീട് പോയി നോക്കിയാൽ, നാദാപുരത്തെ 10 വീടുകൾ നിങ്ങൾ വെച്ചാൽ ആ ഒരു വീടിന്റെ അടുത്തെത്തില്ല. ധനാഢ്യരായ മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവരുടെ കൈകളിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, ഫെറാറിയെ പോലെയുള്ള വലിയ വലിയ കാറുകൾ നിങ്ങൾ കാണണമെങ്കിൽ ചാവക്കാടിനപ്പുറമുള്ള മുസ്ലിങ്ങളുടെ അടുത്തു പോകണം. അങ്ങനെയൊന്നും സാമ്പത്തിക ഭദ്രത, ഞാൻ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, വലിയ മികവുള്ളവർ, വലിയ കഴിവുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ അവിടെയാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഈറവന് എന്തേ മുസ്ലിമിന്റെ വീട് കാണുമ്പോൾ ചൊറിയാത്തത്? അവിടുത്തെ നായർ സമൂഹത്തിന് എന്തേ അവിടുത്തെ മുസ്ലിമിന്റെ കാറ് കാണുമ്പോൾ ചൊറിയാത്തത്? എന്തേ അവിടെയുള്ള മുസ്ലിമിന്റെ സൗകര്യങ്ങൾ കാണുമ്പോൾ അവിടുത്തെ മറ്റൊരു അമുസ്ലിം സഹോദരന് ചൊറിച്ചിൽ വരാത്തത്? ഇത്തരം വളരെ സുവ്യക്തമാണ്. എന്താണെന്നറിയുമോ? അവർക്ക് SNDP നൽകിയ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സംസ്കാരമുണ്ട്, അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത ഒരു ജനതയാണ് അവർ. അവർക്കറിയാം എന്റെ അഭിമാനം എന്റെ സഹോദരന്റെ അഭിമാനമാണ്. എന്റെ അഭിമാനം എന്ന് പറയുന്നത് എന്റെ നാട്ടിലെ, എന്റെ അയൽപക്കത്തുള്ള എന്റെ ഹിന്ദു സഹോദരന്റെ അഭിമാനമാണ്, ക്രിസ്ത്യൻ സഹോദരന്റെ അഭിമാനമാണ്. അങ്ങനെ ചിന്തിക്കാൻ ഒരു സംസ്കാരമുള്ള ജനതയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ ചിന്തിക്കാൻ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ ചിന്തിക്കാൻ മാനവിക ബോധമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കഴിയൂ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വടകര താലൂക്കിലേക്ക് വാ, നിങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് വാ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചാവേറുകളായി അവർ വളർത്തിയെടുക്കുന്ന ഇവിടുത്തെ ഇടവന്മാരുണ്ടല്ലോ, ഇവിടുത്തെ പിന്നോക്കവർഗക്കാരനുണ്ടല്ലോ, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളായ കുറച്ചാളുകളുണ്ടല്ലോ, അവരെ വളരെ മനഃപൂർവ്വം CPM വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോയിട്ട് SNDP-യുടെയോ അല്ലെങ്കിൽ NSSന്റെയോ കയ്യിൽ കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ്. CPM പറയുന്നു, ഞങ്ങൾ സംരക്ഷിക്കാം നിങ്ങളെ, മറ്റെവിടെയും പോകേണ്ടതില്ല. എന്നിട്ടോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? അവർക്ക് സംസ്കാരം കൊടുക്കുന്നുണ്ടോ? അവർക്ക് രാഷ്ട്രീയമായ ബോധമെങ്കിലും നിങ്ങൾ നൽകുന്നുണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടത് തല്ലാനും കൊല്ലാനും പോകുന്ന, കൊള്ളയടിക്കാൻ പോകുന്ന, മറ്റുള്ളവന്റെ മുതലുകൾ കണ്ടിട്ട് അവന്റെ വീട്ടിൽ ചട്ടിയിൽ വെള്ളമൊഴിച്ചു വെക്കുന്ന കുറെ മൂരികളെയാണ് രാജ്യത്തിലെ CPM വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ CPM വളർത്തിയെടുക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല, അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കില്ല, അവരെ ഒരിക്കലും പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പോലും കൊണ്ടുപോയി കുടിയിരുത്തില്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണ്. കുറെ കാലങ്ങളായി അത് നാദാപുരത്തെ ആളുകളുടെ കയ്യിലുള്ള പണത്തിന്റെ മാത്രം അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ചോ മറുഭാഗത്തുള്ള ഒരു ജനതയെ ഈ രാജ്യത്ത് പുഴുക്കളെ പോലെ വളർത്തിയെടുക്കുന്ന CPM-ന്റെ അതിഗൂഢമായ ഒരു തന്ത്രത്തിന്റെ കൂടെ ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, CPM-കാരാ, നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലമല്ലല്ലോ. നിങ്ങളല്ലേ ജയിക്കാറ്? നിങ്ങൾക്കല്ലേ ഭൂരിപക്ഷമുള്ളത്? നിങ്ങൾക്കല്ലേ MLA ഉള്ളത്? എത്ര തവണ നിങ്ങളുടെ മുന്നണി ജയിച്ചു നാദാപുരത്ത്? ആ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു 20-ലധികം
മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് ഉത്തരവാദിത്തപൂർവ്വം പെരുമാറി. അവരാരായിരിക്കട്ടെ, നാദാപുരത്ത് ഞങ്ങൾക്ക് അവർ MLA തരുന്നു എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. പാർലമെന്റ് സംവിധാനത്തിനകത്ത് ഒരു ജനതക്ക് ആർജവം ഉണ്ടാക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. മറിച്ച് തങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ജനതയോട്, ഒരു കമ്മ്യൂണിറ്റിയോട്, അതുവഴി ഒരു രാജ്യത്തോട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നാദാപുരത്ത് ഞങ്ങൾ വിദ്യാഭ്യാസപരമായ ഉന്നതി കൊടുത്തു. ഞങ്ങളുടെ സമുദായത്തെ അവർക്ക് വിദ്യാഭ്യാസപരമായ ഔന്നത്യം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് ചോദിക്കട്ടെ, നിങ്ങൾ നാദാപുരം നിയോജക മണ്ഡലം ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? നിങ്ങൾക്ക് എത്ര രാഷ്ട്രീയ സ്വാധീനമുണ്ട് അവിടെ? നാദാപുരത്ത് എവിടെയാണോ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്? ഈ പാവപ്പെട്ടവന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ, നിനക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോകുന്ന ഇവന് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ എന്താണോ ഒരു കോളേജ് തുടങ്ങാത്തത്? നീ ബാങ്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ നേതാവിന് ഞമ്മ അടിക്കണമെങ്കിൽ, പലിശ വാങ്ങിയിട്ട് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് ജീവിക്കണമെങ്കിൽ നിനക്ക് ബാങ്ക് വേണം, നിനക്ക് വേറെ സ്ഥാപനങ്ങൾ വേണം. എന്നാലോ അവിടുത്തെ പാവപ്പെട്ടവന് പഠിക്കാൻ നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു കൊടുത്തില്ല. ഒരു ഭാഗത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് വരുമ്പോ മറുഭാഗത്ത് ഒരു ജനത പുതുക്കളെ പോലെ ജീവിച്ചു. അവനെ നിങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. അവനെ ആരെയും വളർത്താൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതിന്റെ ദുരന്തമാണ് നാദാപുരത്ത് നടക്കുന്നത് എന്നത്. ആ അക്രമത്തിൽ പങ്കെടുത്തവനെ പരിശോധിക്ക്, ആ അക്രമത്തിന് പോയവനെ പരിശോധിക്ക്. ആ പാവങ്ങളെ ഏത് കാലത്തും പാവങ്ങളാക്കി നിർത്തുകയും ആ പാവങ്ങളുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന ക്രൂരമായ, വികൃതമായ ഒരു മനോഭാവമാണ് CPM നാദാപുരത്ത് പുലർത്തുന്നത് എന്ന്, വടകര താലൂക്കിൽ പുലർത്തുന്നത് എന്ന് ഈ രാജ്യത്തിലെ സാമാന്യബോധമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാദാപുരത്ത് ഒരു കലാപത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ചോ ആ കലാപത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഗൂഢമായ ഒരു മാനസികമായ അവസ്ഥയെ കൂടെ വിലയിരുത്തിയിട്ടാണ് നാദാപുരം സംഭവത്തെ നമ്മൾ പഠിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷേ ഒരു ജനതക്ക് അവന്റെ സാംസ്കാരികമായ ഔന്നത്യത്തിന്, അവന്റെ വിദ്യാഭ്യാസപരമായ അവന്റെ ഔന്നത്യത്തിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പരിശ്രമിക്കുന്നത് ഈ ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ പരിശ്രമിക്കുന്നില്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ മുഹമ്മദ് അലി ഉണ്ടല്ലോ, ഇവിടെ നാദാപുരത്തെ പലരും ഈ വേദിയിലുണ്ടാകും, ഈ സദസ്സിലുണ്ടാകുമല്ലോ. 20ഓളം വരുന്ന നിരവധി സ്ഥാപനങ്ങൾ അവിടെയുണ്ട്, മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്നത്. നിങ്ങൾ അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളെ പരിശോധിക്കുക. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി ഇരിക്കുന്ന എത്ര പേർ, അവരുടെ എത്ര മക്കൾ നാദാപുരത്തെ ഗവൺമെന്റ് സ്കൂളിലെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്താം. എത്ര പേർ? ഞാനിത് വെറുതെ പറയുന്നതല്ല. RMPക്ക് രാഷ്ട്രീയമായ സ്വാധീനമുള്ള ഒരു പ്രദേശമാണല്ലോ ഇവിടെ. RMP ക്രിയേറ്റീവായി, കൺസ്ട്രക്റ്റീവായി CPMനെ വിമർശിക്കുന്നവരാണല്ലോ. ഞാൻ അവരോട് പറയുന്നു, നിങ്ങളടക്കമുള്ള, നിങ്ങളുടെ വിയർപ്പടക്കം ഒരു കാലത്ത് ചെലവഴിച്ച് നിങ്ങൾ വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പാവങ്ങളാണ് അവിടെ. നിങ്ങൾ പോയി പഠിക്കുക, ശാസ്ത്രീയമായി പഠിക്കുക. എന്നിട്ട് പഠിച്ചിട്ട് പറ, നാദാപുരത്തിന്റെ അസുഖം എന്താണ്? ആ അസുഖം സമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യസ്തതയുടെ അസുഖമല്ല, മറിച്ചോ ഒരുതരം തല്ലുകാരെ, കൂലിത്തല്ലുകാരെ വളരെ വളരെ ശാസ്ത്രീയമായി മാർക്സിസ്റ്റ് പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ, ഒരു ജനതയെ പഠിപ്പിക്കാതെ, അവന് വിവരം കൊടുക്കാതെ, അവന് വിദ്യാഭ്യാസം കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ അപകടമാണ് നാദാപുരമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം.